ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ചെയ്യാൻ പോകുന്നത് ഒരു ചിരട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ചിരട്ട എടുക്കാം. ചിരട്ട എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമായിരിക്കുമല്ലോ, അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ചിരട്ട വെച്ചുള്ള ക്രാഫ്റ്റിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഇനി പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒക്കെ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് റെസിൻ ബേസും പിന്നെ ഹാർഡനെന്നും പറഞ്ഞിട്ട് 2 പാക്കറ്റ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പൊട്ടിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്താണ് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നല്ലോണം പൗഡർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ തുടക്കത്തിൽ പകുതി വെച്ചേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പകുതി വെച്ചാണ് ചെയ്യുന്നത്. രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും മിക്സ് ചെയ്യാനായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫുൾ വൈറ്റ് ആവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു കുഞ്ഞ് പീസ് ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തൊരു നീളത്തിലൊരു വള്ളി പോലെ നമുക്ക് ആക്കണം. ഇപ്പോൾ ഞാൻ വള്ളി പോലെ ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഇത് വലിയതായതുകൊണ്ട് ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിരട്ടയുടെ അടിഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അവിടെ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ ഒരു റോൾ ചെയ്ത് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഈ ഒരു രീതിയിൽ റോൾ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചിരട്ട ഫുള്ളായിട്ടും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്തെങ്കിലും റൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓർത്തപ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചൊരു ക്ലേ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ടിൽ ക്ലേ എടുത്തിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് പാത്രത്തിൻ്റെ അടപ്പൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ജാമിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വെച്ച് തന്നെ ഒരു നല്ലോണം കട്ടിയായിട്ട് റൗണ്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും സ്റ്റാൻഡായിട്ട് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ 2 സൈഡും നമുക്ക് ചുരുട്ടണം. ഒരു സൈഡ് ഇതുപോലെ ചുറ്റി കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തെ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതുപോലെയാണ് നമുക്കിത് ചുരുട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ചിരട്ട എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിൻറ്റിങ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഈ അകംഭാഗമാണ് അടിച്ചു കൊടുക്കുന്നത്, എന്നിട്ട് പുറത്തെ അവിടെയൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ താഴെ വെച്ചിരുന്ന അത് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കാർഡ്ബോർഡ് 2 പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചില്ലായിരുന്നോ, അവിടെ നമ്മൾ ഇപ്പം കൊടുക്കാൻ പോകുന്നത് ഈ ഒരു കളറാണ്. ഇതിൻ്റെ പേര് പേൾ ലിലാക്ക് എന്നാണ്. അപ്പം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗോൾഡ് എടുക്കാം. ഗോൾഡ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിത് റൗണ്ട് ഫുള്ളും അടിച്ചു കൊടുക്കാം. ഞാൻ ഈ പെയിൻറ്റ് ഒരു പിടിയിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഷോ കേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഇതിന് പകരം ഈ ഒരു കളറിന് പകരം നിങ്ങൾക്ക് ഗോൾഡൻ കളർ അങ്ങനത്തെ എന്തെങ്കിലും പേൾ കളേഴ്സും ഒക്കെ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വാർണിഷും കൂടെ അടിക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇരുന്നോളും.
ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 2 പാക്കറ്റ് ക്ലേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൊണ്ട് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.